കണ്ണൂർ CPM-ൽ കലാപമാണ് നടക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതോടെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഷംസീർ പക്ഷക്കാർ തലപൊക്കിയിരിക്കുകയാണ്. അവർ പലതും പച്ചയ്ക്ക് വിളിച്ചു കൂവുകയാണ്. ഇത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഷംസീറിനെയും കൂട്ടരെയും അനുനയിപ്പിക്കുക ഇനി അത്ര എളുപ്പമല്ല. കാരണം അവർ ഇടഞ്ഞാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. കുറച്ചു കാലമായി ഷംസീറിനെ ചവിട്ടി ഒതുക്കി വെച്ചിരിക്കുകയാണ് പിണറായി. റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഷംസീറിനെ ചവിട്ടി ഒതുക്കുന്നു എന്നുള്ള പരാതി കുറച്ചു കാലമായിട്ടുള്ളതാണ്. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പട്ടിക പുറത്തുവിട്ടതോടുകൂടി കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ഷംസീറാണ് പിണറായി വിജയന്റെ ടാർഗറ്റ് എന്ന്. എന്നാൽ അങ്ങനെ മിണ്ടാതിരിക്കാൻ ഇനി ഷംസീറിനെയും കിട്ടില്ല. ഷംസീർ ഗ്രൂപ്പാണ് ഇപ്പോൾ പിണറായിക്ക് നേരെ ശക്തമായി രംഗത്തേക്ക് വന്ന് വിരൽ ചൂണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അവർ സൈബർ ഇടം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ റിയാസിന് നേരെ വലിയൊരു പരിഹാസമുള്ളത്, ലോകത്താദ്യമായിട്ടായിരിക്കും മകളെ വിവാഹം കഴിച്ചതിന് ഒരാൾക്ക് മന്ത്രി കസേര സ്ത്രീധനമായി കിട്ടുന്നത് എന്നുള്ള പരിഹാസം. വീണ വിജയനെ റിയാസ് കല്യാണം കഴിച്ചതുകൊണ്ടാണ് പിണറായി വിജയൻ മന്ത്രി കസേര തന്നെ റിയാസിന് കൊടുത്തത് എന്നുള്ള ആക്ഷേപം അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPM-ൽ നിന്ന് തന്നെ അത് പലരും പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തായ്ക്കണ്ടിയിൽ കുടുംബ സ്വത്തല്ല CPM എന്ന പാർട്ടി. എന്നാൽ ആ പാർട്ടിയെ അതിൻ്റെ കഴുക്കോലൂരുന്ന തരത്തിലേക്കാണ് പിണറായി കുടുംബം കൊണ്ടുപോയിരിക്കുന്നത്. ഇനിയും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയെ പാതാളക്കുഴിയിലേക്ക് മണ്ണിട്ട് മൂടുന്നതിന് സമാനമായി പോകുമെന്നും ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ച് രംഗത്തേക്ക് ഇറങ്ങണം എന്നൊക്കെയുള്ള ആഹ്വാനങ്ങളാണ് സൈബർ ഇടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഷംസീറും ശൈലജയും ജയരാജന്മാരും എല്ലാവരെയും പാതാളക്കുഴിയിൽ ചവിട്ടി താഴ്ത്തണം എന്നുള്ളതാണ് പിണറായി വിജയന്റെയും ഒരു തീരുമാനം. അത് തന്നെയാണല്ലോ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നതും. ജയിക്കുന്ന സീറ്റുകളിൽ പോലും വെട്ടി നിരത്തലാണ് നടന്നിരിക്കുന്നത്. PBയുടെ വായടപ്പിച്ച് ക്ലിഫ് ഹൗസിലിരുന്ന് മുഖ്യമന്ത്രി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നു. വെടക്കാക്കി തനിക്കാക്കുന്ന തൊട്ടിത്തരമാണ് പിണറായി വിജയൻ പുറത്തെടുത്തിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ CPM-ന്റെ അണ്ണാക്കിൽ മണ്ണ് വാരിയിട്ടു. ഷംസീറിന് ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകുമോ? സംശയമാണ്. കൂമ്പൊടിച്ചാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ മിണ്ടാതിരിക്കാൻ ഇനി ഒരുക്കമല്ല ഷംസീർ. പിണറായിക്കിട്ട് വെടിപൊട്ടിച്ചാണ് ഷംസീർ പക്ഷക്കാർ ഇരച്ചിറങ്ങിയിരിക്കുന്നത്. അവർ പരസ്യ വെല്ലുവിളി തുടങ്ങിയിട്ടുണ്ട്. ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിൽ കൊണ്ട് തള്ളിയത് തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം പാർട്ടിക്ക് പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ റിയാസിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അതിനുള്ള പാത വെട്ടുകയാണ് പിണറായി വിജയൻ. അപ്പോൾ മുന്നിലുള്ള ചില ശത്രുക്കളുണ്ട്, ചില എതിരാളികൾ. അപ്പോൾ അവരെ എല്ലാവരെയും വെട്ടിമാറ്റി മരുമകന് സ്മൂത്തായി വഴിയൊരുക്കി കൊടുക്കുകയാണ് അമ്മായിയപ്പൻ എന്നുള്ള വലിയ പരിഹാസമാണ് ഇപ്പോൾ ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കുക, മട്ടന്നൂരിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചറിനെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് കൊണ്ട് തള്ളുന്നത് പിന്നെ എന്തിനാണ്? UDFന്റെ സീറ്റാണ്. അവർക്ക് അപ്രമാദിത്വമുള്ള മണ്ഡലമാണ് പേരാവൂര്. അവിടെ കൊണ്ടുപോയി ശൈലജ ടീച്ചറിനെ നിർത്തുകയാണ്. ശൈലജ ടീച്ചറിനെ വെട്ടിച്ചിതറിക്കുക, അത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പിണറായിക്ക് ശൈലജ ടീച്ചറിനോട് നല്ല ഈഗോയാണ്. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും പിന്തള്ളിയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ വിജയിച്ചു കയറിയത്. അപ്പോൾ ചില്ലറ ചൊറിച്ചിലൊന്നും ആയിരിക്കത്തില്ലല്ലോ പിണറായിക്ക് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് പേരാവൂരിലേക്ക് കൊണ്ട് നിർത്തുന്നത്. ശൈലജ ടീച്ചറിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാകും, പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് ഭയന്നാണ് പേര് എഴുതി ചേർത്തത്. പക്ഷേ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് കൊണ്ട് ഇടുന്നു. അത് വലിയ കൊടിയ വഞ്ചനയാണ് ശൈലജ ടീച്ചറിനോട് CPM അല്ല പിണറായി കാണിച്ചിരിക്കുന്നത്. ഇരുന്നിട്ടല്ല, ഇനി കിടന്നിട്ടാണെങ്കിലും ഞാൻ ഭരിക്കും എന്നുള്ള പിണറായി ധാർഷ്ട്യമാണിത്. മരുമോന്റെ രാഷ്ട്രീയവും ഏകദേശം സേഫാക്കി. പിണറായി വിജയൻ എന്നൊരൊറ്റ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളായി പാർട്ടി മാറുമ്പോൾ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കല്ലുകടിയാകാൻ സാധ്യതയുള്ള സകലരെയും അതിസമർത്ഥമായിട്ട് ക്യാപ്റ്റൻ വലിച്ചു പുറത്തേക്കിട്ടിരിക്കുന്നു. വേണം, ഇത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ചോദിച്ചു മേടിച്ചതാണ്. കപ്പിത്താൻ, ക്യാപ്റ്റൻ, ഇരട്ടച്ചങ്കൻ, സൂര്യൻ എന്നൊക്കെ പിണറായിയെ താങ്ങിയും തള്ളിമറിച്ചും പാർട്ടിക്ക് മുകളിൽ കൊണ്ടങ്ങ് പ്രതിഷ്ഠിച്ചതിന് ആടപടലം കിട്ടിയതാണിത്. ഒരു വ്യക്തിയിലല്ല ഈ പാർട്ടിക്ക് മുകളിലല്ല ഒരുത്തരും തുടങ്ങിയ നിലപാടുകളിൽ വെള്ളം ചേർത്ത് പിണറായിയെ പാർട്ടിയായി പ്രഖ്യാപിച്ചതോടെ അന്ന് തുടങ്ങിയതാണ് CPM-ന്റെ പതനം. പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ എതിർക്കാതെ കുഴലൂത്ത് നടത്തിയവരൊക്കെ അനുഭവിച്ചോ?
പിണറായി വിജയന്റെ തനിനിറം പാർട്ടിക്കാർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും പഞ്ചപുച്ഛമടക്കി പിണറായിയുടെ കാൽ ചുവട്ടിൽ കിടപ്പാണ് ഒരു കൂട്ടർ. എന്നാൽ ഇനിയും മിണ്ടാതിരിക്കാൻ ഷംസീറും കൂട്ടരും തയ്യാറല്ല. ഷംസീറിനെ പൂർണ്ണമായും ഒതുക്കാൻ പക്കാ പ്ലാനാണിട്ടത്. പി ജയരാജന് കണ്ണൂരിൽ സംഭവിച്ചത് എന്താണോ അത് തന്നെ ഷംസീറിനെയും കാത്തിരിക്കുന്നത്. അപകടം മണത്ത ഷംസീർ പക്ഷക്കാർ തലപൊക്കി പിണറായിക്ക് നേരെ ശബ്ദമുയർത്തുന്നു. റിയാസിനെ അവർ സൈബർ ഇടത്തിൽ വലിച്ചു കീറുകയാണ്. റിയാസിനെ ബേപ്പൂരിലാണ് നിർത്തിയിരിക്കുന്നത്. ബേപ്പൂരിൽ റിയാസിനെ തോൽപ്പിക്കാനുള്ള പണിയായിരിക്കും ഇനി ഷംസീർ പക്ഷക്കാർ എടുക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല, റിയാസിനെ അത്ര അങ്ങോട്ട് പിടിക്കാത്ത കുറെ അധികം ആൾക്കാർ CPM-ലുണ്ട്. അവരെല്ലാവരും റിയാസിനെ ബേപ്പൂരിൽ തോൽപ്പിക്കാനായിട്ടായിരിക്കും പണിയെടുക്കുക. ഈ പാർട്ടിക്ക് ഒരു നയമുണ്ട്, നിലപാടുണ്ട്. ഈ പ്രസ്ഥാനം ഒരു കുടുംബക്കാരുടെയും അല്ലെന്ന് ഷംസീർ പക്ഷക്കാരുടെ മുറവിളി പിണറായി കുടുംബം പാർട്ടിയിൽ കൈകടത്തുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ്. പിണറായി കഴിഞ്ഞാൽ റിയാസ്, അതും കഴിഞ്ഞാൽ ആര്? ഇനി വീണയുടെ മകൻ എന്ന ശൈലിക്കാണോ മുഖ്യന്റെ ഈ കണക്കുകൂട്ടലും പണിയെടുപ്പും? ഷംസീർ കൂട്ടർ കലിയിളകി രംഗത്തേക്ക് വന്നിരിക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു യുദ്ധം പാർട്ടിയിൽ ഉണ്ടാകുന്നതിന് തുല്യമാണ്. കാരണം കഴിഞ്ഞ തവണയും തനിക്ക് നേരെ വലിയ വെട്ടിനിരത്തൽ ഉണ്ടായിട്ടും ഷംസീർ മൗനം പാലിക്കുകയായിരുന്നു. ആദ്യമൊക്കെ ഒന്ന് ഇടഞ്ഞെങ്കിലും പിന്നീട് മൗനം പാലിച്ചു. എന്നാൽ ഇനിയും അതിന് സൗകര്യമില്ല എന്നുള്ള നിലപാടാണ് ഷംസീറിൻ്റേത്. 2 ടേം നിബന്ധനയൊക്കെ ഷംസീറിനെ ഒതുക്കാൻ മുഖ്യന്റെ അടവ് മാത്രമാണല്ലോ. 2 ടേമിൽ വെള്ളം ചേർത്ത് മറ്റു നേതാക്കളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയപ്പോഴാണ് ഷംസീറിന് മാത്രം വെട്ട്. മരുമോനിസം വളർത്താനുള്ള പിണറായി കളിയുടെ കടക്കൽ വെട്ടുമെന്നാണ് ഷംസീർ പൊട്ടിത്തെറിക്കുന്നത്. CPM-ലെ എതിരാളികളാണ് ഷംസീറും റിയാസും. റിയാസിനെ മന്ത്രിയാക്കുന്നതിന് വേണ്ടിയായിരുന്നു 2021 ഷംസീറിനെ തേച്ചൊട്ടിച്ചത്. അന്ന് വലിയ പൊട്ടിത്തെറി നടന്നു. പിന്നീട് ഷംസീറിനെ അനുനയിപ്പിക്കാനാണ് സ്പീക്കർ കസേര കൊടുത്ത് അവിടെ കൊണ്ടിരുത്തിയത്. 2021 പരസ്പരം കടിച്ചു കീറുന്ന ഷംസീറിനെയും റിയാസിനെയും കേരളം കണ്ടതാണല്ലോ. അന്നത്തെ പോര് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു. ഒരു കരാറുകാരനെയും കൂട്ടി ഷംസീർ റിയാസിനെ കാണാൻ പോയതായിരുന്നു അന്നത്തെ പോരിന് കാരണം. കരാറുകാരെ കൂട്ടി MLA-മാർ മന്ത്രിയെ കാണാൻ വരരുതെന്ന് സഭയിൽ റിയാസ് പച്ചയ്ക്ക് പറഞ്ഞു. ഇത് ഷംസീറിനെ ഉദ്ദേശിച്ചായിരുന്നു. തുടർന്ന് ഇതിൽ പിടിച്ച് പോര് കനത്തു. പാർട്ടി റിയാസിനൊപ്പം എന്ന നിലപാട് സ്വീകരിച്ചു. ഷംസീറിനെ അവർ ഒറ്റപ്പെടുത്തി. റിയാസ് മനഃപൂർവ്വം ഷംസീറിനെ കയറി ചൊറിയുകയായിരുന്നു അന്ന്. മന്ത്രിയുടെ പ്രസ്താവനയെ ഷംസീർ നിയമസഭാ കക്ഷി യോഗത്തിൽ അപ്രതീക്ഷിതമായി ചോദ്യം ചെയ്തു. റിയാസിന്റെ ആ പ്രസ്താവനയെ അല്ല, മന്ത്രിയുടെ ശൈലിയോടുള്ള പ്രതിഷേധമാണ് ഷംസീർ പ്രകടിപ്പിച്ചതെന്ന് പിന്നീട് പലരും പറഞ്ഞു. അഹങ്കാരം പാടില്ലെന്നും വിനയാന്യുതരായി പെരുമാറണമെന്നും മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ചില മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ഷംസീറിന്റെ സുഹൃത്തായ MLA KV സുമേഷും ആ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഷംസീറിന്റെ വിയോജിപ്പ് മറ്റു ചില MLA-മാർ ഏറ്റുപിടിക്കുകയും താൻ മാപ്പ് പറയുകയും ചെയ്തു എന്ന നിലയിൽ വാർത്ത വന്നതോടെയാണ് താൻ ഒരടി പിന്നോട്ട് പോയിട്ടില്ലെന്നും പാർട്ടിയുടെ അനുമതിയോടെയാണ് മറുപടി പറഞ്ഞതെന്നും റിയാസ് വിശദീകരിച്ചു. അതേസമയം പറഞ്ഞതിൽ താനും ഉറച്ചു നിൽക്കുന്നതായി ഷംസീറും വ്യക്തമാക്കി. ഇരുവരും തമ്മിലുണ്ടായ ഈ ഭിന്നത നിയമസഭയിൽ പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിന് ശേഷം അത്ര വലിയ രസത്തിലല്ല ഇരുവരുടെയും ബന്ധം. പിണറായിയുടെ മരുമകനായതുകൊണ്ടാണ് റിയാസിന് മന്ത്രി കസേര കിട്ടിയത്. റിയാസിനെ വളർത്താൻ ഷംസീറിനെ വെട്ടിയെന്ന ആക്ഷേപം അന്നു മുതൽക്കേ ഉള്ളതാണ്. ഷംസീർ പക്ഷക്കാർ അത് പച്ചയ്ക്ക് പറയാറുണ്ട്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി ഇത് ആത്മഹത്യാപരമായ നിലപാടെന്ന് ചില CPM നേതാക്കൾ പറയുന്നുണ്ട്.